This video is for some negative commentaries-ന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് കേട്ടോ. ഒരു ഇനോഗ്രേഷന്റെ ഭാഗമായി ബിന്നി ധരിച്ചെത്തിയ വസ്ത്രത്തെ ഒരുപാട് ആളുകളാണ് വിമർശിച്ചിരിക്കുന്നത്. അതിനുള്ള തക്കതായ മറുപടിയാണ് ബിന്നി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വീഡിയോ എന്താണെന്ന് എന്തായാലും മുഴുവനായി ഒന്ന് കണ്ടു നോക്കാം. വേറൊന്നുമല്ല, കുറെ നാളായിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ വന്ന് സംസാരിച്ചാലും എൻ്റെ സംസാരം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ എണ്ണം വരും. അവരെ കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഒരു ചേട്ടൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഞാൻ ഐഡിയലിന്റെ ഇനോഗ്രേഷന് പോയപ്പോൾ ഞാൻ ഒരു സാറ്റിന്റെ ഒരു ഫുൾ ലെങ്ത് വരുന്ന ഒരു സ്കേർട്ട് ആൻഡ് ഒരു ക്രോപ്പ് ടോപ്പ് ആണിക്കൊണ്ട് പോയത്. ബൈ ദ വേ, സാരി മാത്രമാണ് സ്ത്രീകൾ ഉടുക്കേണ്ടത്. അതും നിങ്ങൾ തിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതികൾ മാത്രം ഉടുത്താൽ മാത്രമേ അത് ഡ്രസ്സാവൂ. ബാക്കിയുള്ളവർക്ക് ഡ്രസ്സിങ് സ്വാതന്ത്ര്യമൊന്നുമില്ല എന്ന് ഇപ്പോഴും ആ ആശയം മുറുകെ പിടിച്ച് ചാവാൻ വേണ്ടി നിൽക്കുന്ന കുറെ കമന്റോളീസ് ഉണ്ട്. അതിൽ ഒരു ചേട്ടനാണിത്. ഈ ചേട്ടൻ കമന്റ് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, സാരി ഷോപ്പ് തുടങ്ങി. അതെന്താ തുടങ്ങിയെന്നാന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസ യോഗ്യത കുറച്ച് കുറവാന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ആശയം വളരെ വലുതാണല്ലോ. അപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ അടിപ്പാവാട ഇട്ടാണോ നടക്കുന്നത് എന്നുള്ളതാണ് ആ ചേട്ടന്റെ കണ്ടുപിടുത്തം. അടിപ്പാവാട ഇട്ട് നടക്കുന്നത് അത്രയ്ക്ക് മോശമാണോ ചേട്ടാ? ഇടാതെ നടക്കുന്നതല്ലേ മോശം? ഞങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അടിപ്പാവാട എന്താണ്, മോഡേൺ ആയിട്ടുള്ള സാറ്റിൻ സ്കേർട്ട് എന്താണ് എന്നൊന്നും അറിയാത്തതും ഞാൻ വിട്ടു. ആ അറിവില്ലായ്മ ഞാൻ ക്ഷമിച്ചു. പക്ഷേ എന്റെ അടിപ്പാവാടയെ പറ്റി നോക്കിക്കൊണ്ട് നടക്കുന്നത് ചേട്ടന്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ ഏട്ടാ? ഇങ്ങനെയൊക്കെ വന്നിട്ടാലും 2 പെൺകുട്ടികളുണ്ട്. അവര് നാളെ വളർന്നു വരേണ്ടതല്ലേ? അപ്പം അവർ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് നടക്കേണ്ടതാണ്. ഇവയുടെ ഒരു തലമുറ വലുതായി വരുമ്പോഴും 10-25 കൊല്ലം കഴിയുമല്ലോ. അപ്പോഴും ചേട്ടൻ പറയുന്ന പോലെയൊക്കെ ആ കുട്ടികൾ ഉടുത്ത് നടക്കണം. സ്കേർട്ട് ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് മോശമാണ്. ശരിക്കും ഇത് ഇടാതെ പോയാലാണ് മോശം. പിന്നെ വേറൊരാളുടെ ഭാര്യയെ പറ്റിയും അല്ലെങ്കിൽ വേറൊരാളെ പറ്റിയും സ്ത്രീകളെ പറ്റിയും അവരുടെ അടിപ്പാവരുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നത് കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചേർന്ന പണിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ബോഡിക്കോൺ ഡ്രസ്സസിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത ആളുകളാണ് എന്തായാലും ഇതുപോലെയുള്ള കമന്റുകളെല്ലാം ചെയ്യുന്നത്. വലിയ നെഗറ്റീവ് കമന്റ്സിനെല്ലാം ഇതുപോലെയുള്ള മറുപടി തന്നെയാണ് അർഹിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.